ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ വിവിധ ക്ഷേത്ര സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. കൊച്ചിയിൽ നിന്ന് കിരൺ കുമാർ ചേരുന്നു. കിരൺ, സംസ്ഥാനത്തുടനീളം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ ആക്രമിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായുള്ള പ്രതിഷേധ റാലി നടക്കുകയാണ്. വിവരങ്ങൾ. രോഹിണി, ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ഒപ്പം തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന വംശഹത്യയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സമരപരിപാടികൾ തന്നെയാണ് ഹിന്ദു ഐക്യവേദി ഇന്ന് സംസ്ഥാന വ്യാപകമായി തന്നെ സംഘടിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലും പരിപാടികൾ നടന്നിരുന്നു. പ്രധാനപ്പെട്ട പരിപാടികൾ ആലുവയിലും ഒപ്പം തോപ്പുംപടിയിലും മറ്റ് ചില സ്ഥലങ്ങളിലുമായിട്ടായിരുന്നു ഇന്ന് പ്രധാനപ്പെട്ട പരിപാടികൾ നടന്നിരുന്നത്. ഇതിലേതായാലും ആലുവയിൽ നടന്ന പരിപാടിയിൽ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവാണ് പങ്കെടുത്തിരുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ട് തന്നെ പരിപാടി ശ്രദ്ധേയമായിരുന്നു. പ്രധാനമായിട്ടും പരിപാടി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം നിലവിൽ ഇപ്പോൾ ബംഗാളിൽ നടക്കുന്ന ഹിന്ദുവിന് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ തന്നെയാണ്. ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ അടക്കം ഇടപെടലുകൾ ഉണ്ടാകണം എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും പ്രസംഗത്തിനിടയിൽ നേതാക്കളെല്ലാം തന്നെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. കൂടാതെ ഈ കേരളത്തിലടക്കം ഈ സംഭവം നടക്കുമ്പോൾ പോലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് RV ബാബു ചൂണ്ടിക്കാണിച്ചത്. അതായത് പലസ്തീന് വേണ്ടി വരെ സംസാരിച്ച ആളുകൾ നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഈ സംസ്ഥാനത്ത് അത്തരം ചില ആൾക്കാരുണ്ട്, സംസ്ഥാനത്തെ സാംസ്കാരിക നായകരുണ്ട്. ഇവരെല്ലാം തന്നെ ബംഗ്ലാദേശിൻ്റെ കാര്യം വരുമ്പോൾ ഇവർ എല്ലാം തന്നെ മൗനം പാലിക്കുന്നു എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ ഹിന്ദു ഒപ്പം തന്നെ ബുദ്ധ മറ്റ് ന്യൂനപക്ഷങ്ങൾ ഇവരുടെ ആരാധനാലയങ്ങൾ ഒപ്പം ജനങ്ങൾ വലിയ രീതിയിൽ തന്നെ കൊള്ളയടിക്കപ്പെടുന്നു, അക്രമത്തിനിരയാവുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പോലും സാംസ്കാരിക നായകർ മൗനം പാലിക്കുന്നു. കൂടാതെ മാധ്യമങ്ങളടക്കം ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിക്കണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രതിഷേധ പരിപാടികളിലെല്ലാം തന്നെ ഉയർന്നിരുന്നത്. ഈ RV ബാബുവിന് ശേഷം പിന്നീട് സംസാരിച്ച RSSന്റെ വിഭാഗ് കൈകർത്താവായിട്ടുള്ള കമലാകാന്തൻ അടക്കം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി പല പേരുകളിൽ പല രാജ്യങ്ങളിൽ ബംഗ്ലാദേശിലെയും ഒപ്പം തന്നെ നമ്മുടെ നാട്ടിലടക്കം പല പേരുകളിൽ ജമാഅത്തെ ഇസ്ലാമിയായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വലിയ രീതിയിലുള്ള ഒരു ഭീഷണി തന്നെയാണ്. ഇന്ന് ബംഗ്ലാദേശിൽ എന്താണോ കാണുന്നത് അത് വളരെ വൈകാതെ തന്നെ നമ്മുടെ നാട്ടിലും നടക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഏതായാലും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായിരുന്നു. ഏതായാലും ആലുവ നഗരത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പരിപാടി തന്നെയാണ് ഇന്ന് ഹിന്ദു ഐക്യവേദി സംഘടിപ്പിച്ചിരുന്നത്. രോഹിണി, കിരൺ, നമുക്കറിയാം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നടക്കുന്ന ആഭ്യന്തര കലാപത്തിൽ ലക്ഷ്യം വയ്ക്കുന്നത് മതന്യൂനപക്ഷങ്ങളെയാണ്. പ്രത്യേകിച്ച് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിലാണ് അക്രമ പരമ്പര തന്നെ അഴിച്ചുവിടുന്നത്. വലിയ രീതിയിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു, ഹിന്ദുക്കളെ കൂട്ടമായി കൊന്നൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു, സ്ത്രീകളെ അടക്കം അപമാനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും മറ്റ് ഒരു സംഘടനയും ഇതിനെതിരെ ഒരു അക്ഷരം പോലും ഉരിയാടിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇത് ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ട കാര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെന്നും യഥാർത്ഥ വസ്തുത എന്താണെന്നും എന്തുകൊണ്ടാണ് ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതെന്നും ഹിന്ദു ഐക്യവേദി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. രോഹിണി, അത് തന്നെയാണ് നേരത്തെ സംസാരിച്ച നേതാക്കളടക്കം സൂചിപ്പിച്ചൊരു കാര്യം. അതായത് ഈ സമരം ആരംഭിക്കുന്നത് സർക്കാരിനെതിരായിട്ടുള്ള ഒരു പ്രക്ഷോഭമാണെങ്കിൽ പിന്നീട് അത് ഭരണകൂട മാറ്റം തന്നെ ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു. എന്നാൽ പോലും ഈ രീതിയിൽ സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങളോ അവസാനിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഹിന്ദുക്കൾക്ക് നേരെയാണ് ഈ ഒരു സംഘടിതമായിട്ടുള്ള അക്രമം നടക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആദ്യം ഒരു വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും സമരമായി ഉയർന്നു വരികയാണെങ്കിൽ പിന്നീട് അത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിയന്ത്രണത്തിൽ പൂർണ്ണമായിട്ടും ഈ സമരം മാറുകയും, സമരമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല, ഈ കലാപം മാറുകയും വലിയ രീതിയിലുള്ള അക്രമങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ബംഗാളിൽ കണ്ടത്. ഈ സംഭവങ്ങൾ ആരംഭിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടു എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. നേരത്തെ നമ്മുടെ നാട്ടിൽ
ിലുള്ള പ്രതിഷേധങ്ങൾ കണ്ടതാണ്. പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. അന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ഈ രീതിയിൽ ആളുകൾ പ്രതിഷേധിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇടത് വലത് മുന്നണികൾ തന്നെ രംഗത്തെത്തുകയും മറ്റ് സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ രംഗത്തെത്തുകയും മറ്റ് സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ തന്നെ രംഗത്തേക്ക് എത്തുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ബംഗ്ലാദേശിലെ ഈ കലാപം ആരംഭിച്ച് അത് ഒരു വിഭാഗത്തിന് നേരെ മാത്രമായി നടക്കുന്ന ഒരു അക്രമമായി മാറുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇതുവരെ ഈ വിഷയത്തിൽ പ്രതിഷേധിക്കാനായിട്ട് ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളൊരു കാര്യം തന്നെ എടുത്തു പറയേണ്ടതാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൊച്ചിയിൽ നിന്ന് കിരൺ കുമാറാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ